കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. കുംഭമേളയിൽ പങ്കെടുത്ത പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാകാതെയാണ് കല്യാണം നടത്തിയതെന്നൊക്കെ പറഞ്ഞത് കേസ് പരീക്ഷിച്ചിരിക്കുകയാണ്. CPM നേതാക്കളെല്ലാം കൂടിയാണ് നടത്തിക്കൊടുത്തത്. അത് കേരള സ്റ്റോറിയാണെന്നാണ് പറഞ്ഞത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന. ഇപ്പോഴും കേരള സ്റ്റോറി തന്നെയാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നത് നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ. അന്നത്തെ ലക്ഷ്യമൊക്കെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. പക്ഷെ അടിസ്ഥാന ആധാർ കാർഡായിരുന്നു. ഇപ്പൊ വേറെ ഒരുകൊണ്ട് കപ്പ് നോക്കട്ടെ. പക്ഷെ അതിനു മുമ്പെല്ലാം വാർത്തകൾ കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. തമാശ പറയുന്നില്ല. നമ്മള് ഗൗരവമായിട്ട് രാഷ്ട്രീയം പറയുന്നത് നീ ഉണ്ടായിട്ടുള്ളൂട്ടാ. സജി നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര. ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം. ഇതിൽ ഇനി നാളെ ഒരുപക്ഷെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നൊക്കെ ഈ CPM-ന്റെ നേതാക്കൾ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജോത്സ്യനാണോ? നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? ദേശാഭിമാനി ആ സമയത്ത് കൊടുത്തിരുന്ന ഒരു റിപ്പോർട്ട് അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. തുടർന്ന് പോലീസിന്റെ ഇടപെടലോടെ പൂവാറിന്റെ സമീപത്തെ ശ്രീനാരായണ ഗുരുവിന്റെ മാർഗനിർദ്ദേശപ്രകാരം നവീകരിച്ച അരുമാനൂർ നായനാർ ക്ഷേത്രത്തിൽ CPIM സഖാക്കളുടെ നേതൃത്വത്തിൽ ആബാലവൃദ്ധം ജനങ്ങൾ സാക്ഷ്യം വഹിച്ച് സന്തോഷകരമായ വിവാഹം നടത്തിക്കൊടുത്തു. ഗംഭീരമായിരുന്നു. ദേശാഭിമാനി പത്രത്തിലുണ്ടായിരുന്നു ശ്രീ ശ്രീജിത്ത്, ഈ DYFIക്കാർ അവർക്ക് സുരക്ഷിത താമസം ഒരുക്കി കൊടുത്തു വന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്.